എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ കിരണിന്റെ കല്യാണിന്റെ ഒക്കെ ഇന്നത്തെ അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. വിശേഷം വരാൻ വൈകിയതുണ്ട് കേട്ടോ, ഞാൻ ഇത്ര ലേറ്റ് ആയിട്ട് ഇടുന്നത്. രാവിലെ പ്രൊമോ വിശേഷം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഉൾപ്പെടുത്തി വിശേഷം ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒറിജിനൽ വിശേഷം വന്നിപ്പോൾ അപ്പം തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാന്നുള്ളത്. അപ്പൊ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മംഗള മുഹൂർത്തമൊക്കെയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. രാഹുലിന്റെ പ്ലാനുകളും പദ്ധതികളും അങ്ങനെ തകർന്ന് തരിപ്പണമാകാൻ പോവാണ്. അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് ഇന്നലെ നമ്മൾ അവസാനം കണ്ടേന്ന് പറഞ്ഞ് രാഹുൽ അങ്ങനെ ഇരുന്ന് പൊട്ടിച്ചിരിക്കുവാണ്. രാഹുലിന് സന്തോഷം അടക്കാൻ പറ്റിയില്ല. ഈ സമയത്ത് ശാരി അങ്ങോട്ട് വന്നിരിച്ചു, എന്താ മനുഷ്യ നിങ്ങൾക്ക് എന്ത് പറ്റി, നിങ്ങൾ എന്താണ് ഇങ്ങനെ ചിരിക്കണേന്ന് ചോദിക്കുവാണ്. ഞാൻ ചിരിക്കാതെ പിന്നെ എന്ത് ചെയ്യൂടി, എല്ലാ ശത്രുക്കളൊക്കെ അങ്ങനെ കത്തി നശിച്ചെന്ന് പറയാണ്. ശത്രുക്കൾ കത്തി നശിച്ചോ? ഇങ്ങനെ ഇത് എന്തൊക്കെയാ പറയണേ? ഓ, ഇങ്ങരുടെ വട്ടുമൂത്തം തോന്നേ, വീണ്ടും ഇങ്ങർക്ക് പ്രാന്ത് കൂടിയിട്ടുണ്ട്. അല്ല നിങ്ങൾ എന്താ പറഞ്ഞ, എനിക്കൊന്നും മനസ്സിലായില്ല. മനസ്സിലായില്ലേ? അതൊക്കെ നിനക്ക് വഴിയേ മനസ്സിലായിക്കോളൂ എന്ന് പറയാണ്. ദേ മനുഷ്യ, ദേ മൂത്തെന്ന് പറഞ്ഞ് ഇതുപോലെ കിടന്ന് പ്രാന്ത് വർത്താനൊന്നും പറയരുത്. എനിക്ക് തോന്നുന്നേ നിങ്ങളുടെ പെങ്ങടെ മോടെ കല്യാണം കഴിഞ്ഞതിന്റെ ആ ഒരു വിഷമം കൊണ്ട് നിങ്ങൾക്ക് പ്രാന്ത് മൂത്തെന്നാ തോന്നേ പറയാണ്. ഈ സമയത്താണ് അങ്ങോട്ട് സരീവും മനോഹറും വരുന്നേ. അവർ രണ്ടും ചോദിച്ചിട്ട് എന്താ അമ്മ എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ്. എനിക്കറിയത്തില്ല എൻ്റെ മോനെ, എന്തൊക്കെയോ വട്ടുതരം പറയുന്നുണ്ട്. ആരൊക്കെ കത്തി നശിച്ചെന്നോ എന്തോ മറ്റോ. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇനി എന്ത് ഭാവിച്ചാന്ന് എനിക്കറിയില്ല. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അമ്മേ, അച്ഛൻ ഈ കണക്കിന് പോയിട്ടുണ്ടെങ്കിൽ കൈവിട്ടു പോകും. ഉടനെ അച്ഛനെ ഏതെങ്കിലും ഹോസ്പിറ്റലിലാക്കണം. അല്ലെങ്കിൽ ഇപ്പൊ തന്നെ കണ്ടില്ല, ഇത് ചിലപ്പോൾ ചൂട് കൂടുന്നതിന്റെ ആണെന്ന് പറയാൻ പറ്റില്ല. ചൂട് കൂടിയാലും ചിലർക്ക് ഇങ്ങനെയാ ഭ്രാന്തളകൂന്ന് പറയണം. സരി പറഞ്ഞ് ശരിയാന്ന് തോന്നേ. അല്ലെങ്കിലോ ഇത്രയും ദിവസം ഇത്രയും കുഴപ്പമൊന്നുമില്ലായിരുന്നു. ആ അപ്പുറത്തെ അവളുടെ കല്യാണമാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴാ അച്ഛൻ ഇത്രയും കൂടിയത്. ഇതിനി വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല. നമുക്ക് എത്രയും പെട്ടെന്ന് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറയാം. പെട്ടെന്ന് രാഹുൽ ഇങ്ങനെ പൊട്ടിച്ചിരിക്കുന്നുണ്ട്. നോക്കമ്മേ, കണ്ടോ അച്ഛന് ചിരിക്കുന്നൊക്കെ ഉണ്ട്. അപ്പൊ എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടെന്ന് പറയാണ്. ഇപ്പോഴാണ് വലിയ കുഴപ്പമില്ല, നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. പിന്നെയാണെങ്കിൽ ചിലപ്പോൾ പിടിച്ചു കെട്ടി കൊണ്ടുപോകേണ്ട വരുമെന്ന് പറയാം. ശാരി പറഞ്ഞ് ശരിയാ മോനെ, എന്റെ ഭഗവാനെ, ഇതിന് മാത്രം എന്ത് തെറ്റാണ് ഞാൻ ചെയ്തേ. ഒരു കാര്യം ചെയ്യാം, ഇങ്ങനെ ഇവിടെ കിടന്ന് അനുഭവിച്ചോട്ടെ. എന്റെ മോളെ എങ്ങനെയായിരുന്നു ഈ നരകത്തിൽ നിന്ന് രക്ഷിക്കണ്ടേ മോനെ, അല്ലാതെ എനിക്കൊന്നും കണ്ടും കേട്ട് നിൽക്കാൻ പറ്റില്ലെന്ന് പറയണം. പിന്നീട് കാണിക്കുന്ന രജിസ്റ്റർ ഓഫീസാ. രജിസ്റ്റർ ഓഫീസിൽ കല്യാണി കല്ലുമോനെയൊക്കെ കൊഞ്ചിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ കുറെ സമയമായി, അവര് എത്താനുള്ള സമയം കഴിഞ്ഞു. അപ്പൊ സെന്റെ അടുത്തേക്ക് കിരൺ വന്നു വെച്ചിട്ട്, അച്ഛ അവരിതായിട്ട് എത്തിയിട്ടില്ലല്ലോ, ആൽബി ഒന്നും വരാനുള്ള സമയം കഴിഞ്ഞല്ലോ എന്ന് പറയാം. അതാ മോനെ ഞാനും ആലോചിച്ചോണ്ടിരിക്കണേ, എത്ര സമയമായി ഇതുവരെയായിട്ട് എത്തിയില്ലോ എന്ന് പറയാം. അല്ല വിളിച്ചു നോക്കിയായിരുന്നോ? വിളിച്ചു നോക്കി മോനെ, 2 ഫോണിലേക്ക് മാറി മാറി നോക്കി, പക്ഷെ ഇതുവരെയായിട്ടും വിളിച്ചിട്ട് കോൾ എടുക്കുന്നില്ല. ഇതെന്ത് സംഭവിച്ചെന്ന് അറിയില്ലല്ലോ. ഷോ ഇനിയിപ്പോ എന്ത് ചെയ്യും? ഈ സമയത്ത് രൂപ സോണിയുടെ എടുത്തിരിക്കുമായിരുന്നു. രൂപയും കൂടെ അങ്ങോട്ട് ഇറങ്ങി വരുക. രൂപ വെച്ച് എന്താ എന്ത് പറ്റി? അറിയില്ല രൂപ, ഇതുവരെയായിട്ട് അവരെ വിളിച്ചിട്ട് കോൾ എടുക്കുന്നില്ല. അവിടുന്ന് പുറപ്പെട്ട സമയം വെച്ച് നോക്കുവാണെങ്കിൽ എത്തേണ്ട സമയം കഴിഞ്ഞു. പിന്നെ എന്ത് പറ്റിയെന്ന് അറിയത്തില്ലാത്തെന്ന് പറയാണ്. ദൈവമേ, ഇതിൽ വല്ല ആപത്ത് എന്തെങ്കിലും സംഭവിച്ചിരിക്കുവോ? കല്യാണിന്റെ മുഖവും മാറി. കിരൺ പറഞ്ഞു, ഞാൻ ഒന്ന് പോയി നോക്കിയാലോ എന്ത് സംഭവിച്ചെന്ന്. നമുക്കൊരു കുറച്ച് സമയം കൂടെ നോക്കാന്ന് പറയാണ്. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു കാർ അങ്ങോട്ട് വന്ന് നിന്നത്. അപ്പൊ ആ കാറിനകത്തുനിന്ന് ഇറങ്ങുന്ന ആളെ കണ്ടിട്ട് സേനനും കിരണും എല്ലാവരും സന്തോഷിച്ചു. അഗസ്റ്റിനെ ഇറങ്ങിയത്. അഗസ്റ്റിന് അങ്ങോട്ട് ഇറങ്ങി വരുവാണ്. അഗസ്റ്റിനെ കണ്ടു പെട്ടെന്ന് കിരൺ അങ്ങോട്ട് വെച്ചിട്ട്, എന്താ എന്താ നിങ്ങൾ താമസിച്ചെന്ന് ചോദിക്കുകയാണ്. അഗസ്റ്റിന്റെ ഭാര്യയും ആലിബി അങ്ങോട്ട് വന്നു. അതെ, വഴിക്ക് ചില മുടക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മുടക്കങ്ങൾ എന്ത് മുടക്കങ്ങൾ? അതങ്ങനെയാണല്ലോ, നല്ലൊരു കാര്യം നടക്കുമ്പം അതിൻ്റെ ഇടയ്ക്ക് ചില ചടാമുടക്കുകളൊക്കെ വരണമല്ലോ. അങ്ങനെ ഒരു മുടക്കമുണ്ടായി. കാർ ഇടയ്ക്കൊന്ന് ബ്രേക്ക് ഡൗൺ ആയി. അത് കഴിഞ്ഞപ്പോൾ പിന്നെ വേറെ വണ്ടിയൊക്കെ സംഘടിപ്പിച്ചാൽ ഞങ്ങൾ ഇങ്ങോട്ട് പോന്നേന്ന് പറയണം. ഓ അങ്ങനെ വരട്ടെ, ഞങ്ങൾ ആകെപ്പാടെ ടെൻഷൻ അടിച്ചു പോയി. ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ഓർത്തിട്ട് ഇപ്പോഴൊരു സമാധാനമായെന്ന് പറയണം. ശരി, ഇതേ മുഹൂർത്തം ആറായി, നമുക്ക് അങ്ങോട്ട് കയറിയാലോ എന്ന് ചോദിക്കണം. ഈ സമയത്ത് രാഹുലിന്റെ ഗുണ്ട അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു. അവരിങ്ങനെ ഇവരുടെ സങ്കടം കാണാനായിട്ട് വന്ന് നിന്നതാ. പക്ഷെ ആ അപ്പം നോക്കുന്ന കാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൽബിയുടെ അച്ഛനും അമ്മയൊക്കെ നിൽക്കുന്നു. ഇതെങ്ങനെ സംഭവിച്ചു? ഇവരുടെ കാറിനാണല്ലോ താൻ ബോംബ് വെച്ചത്. അപ്പൊ എന്തോ ഒരു സംഭവിച്ചിട്ടുണ്ടല്ലോ. പെട്ടെന്ന് നോക്കിയപ്പോ കാറ് മാറിയിട്ടുണ്ട്. അവന് മനസ്സിലായി കാറ് വേറെ കാറും കൊണ്ടാ വന്നേക്കുന്നത്. അതനുസരിച്ച് കാറിന് എന്തോ പറ്റിയിട്ടുണ്ട്. എന്തെങ്കിലും ബ്രേക്ക് ഡൗൺ ആയിട്ട് വേറെ കാറ് വിളിച്ചോണ്ടാ വന്നേക്കുന്നത്. പണി പാളിപ്പോയല്ലോ എന്റെ ഭഗവാനെ എന്ന് ഓർക്കുവാണ്. ഈ സമയം മറ്റുള്ള എല്ലാവരും അകത്തേക്ക് അങ്ങോട്ട് സന്തോഷത്തോടെ അങ്ങോട്ട് കയറി പോവുകയാണ്. പിന്നീട് കാണിക്കുന്ന കല്യാണി ശരണ്യനെ വിളിക്കുന്നുണ്ട്. ശരണ്യനെ വിളിച്ച് ശരണ്യ ഇറങ്ങിയോന്ന് ചോദിക്കുകയാണ്. ഇല്ല കല്യാണി ഇപ്പൊ തന്നെ ഇറങ്ങൂന്ന് പറയാണ്. അല്ല എന്താ അവിടുത്തെ കാര്യങ്ങളൊക്കെ അവര് വല്ല അറിഞ്ഞോന്ന് ചോദിക്കണേ. ഇതുവരെയായിട്ട് ഒന്നും അറിഞ്ഞിട്ടില്ല, എല്ലാം ഇവിടെ തന്നെ ഉണ്ടെന്ന് പറയാണ്. എന്നാ പെട്ടെന്ന് ഇറങ്ങാൻ നോക്കുക കേട്ടോ എന്ന് പറയാണ്. അപ്പൊ ശരണ്യ പറഞ്ഞു, ഞാൻ പറഞ്ഞ പോലെ വേണം കാര്യങ്ങളൊക്കെ നടത്താൻ, മനസ്സിലായല്ലോ അല്ലെന്ന് ചോദിക്കണം. അതൊക്കെ അങ്ങനെ തന്നെ നടക്കുള്ളൂ എന്ന് പറയാം. പിന്നീട് ശരണ്യ ഇങ്ങോട്ട് എഴുന്നേറ്റ് കഴിയുമ്പോൾ തന്നെ വിക്രം അങ്ങോട്ട് ഇരുന്നേ. അല്ല നീ എങ്ങോട്ടാ?
അല്ല എനിക്ക് പുറത്ത് വരെ പോകണമെന്ന് പറയാം. ഒരു കാര്യം ചെയ്യാം, ഞാനും കൂടെ വരാം. വേണ്ട വേണ്ട, ഞാൻ തന്നെ പൊക്കോളാന്ന് പറയാണ്. പെട്ടെന്ന് ചോദിച്ചു, അല്ല ഇന്നല്ലായിരുന്നു ആ സോണിയുടെ കല്യാണം എന്ന് ചോദിക്കുവാണ് വിക്രത്തിനോട്. അതെ, അത് ഇന്ന് തന്നെയായിരുന്നു കല്യാണം. നീ ആ കല്യാണം മുടക്കിയല്ലേന്ന് ചോദിക്കുവാണ്. പാവം പെങ്കൊച്ച, പിന്നെ പാവം അവളായിരുന്നു പാവം എന്ന് ചോദിക്കുവാണ്. അവളെപ്പോലെ ഒരു തരികിട, അതുകൊണ്ടല്ലേ ഇപ്പോഴത്തെ ഈ കല്യാണം മുടങ്ങിപ്പോയത്. അവളെ കെട്ടാൻ പോകുന്ന ചെറുക്കനെ കഴിഞ്ഞ ദിവസം കൂടെ ഞാൻ കണ്ടതാ. അവനാണെങ്കിലോ വേറെ ഒരു കല്യാണം ഉറപ്പിച്ചു. അവന്റെ കല്യാണം എന്ന് പറയണം. അല്ല എവിടെയാ പെണ്ണെന്ന് പറഞ്ഞോ? എന്തോ കൊട്ടാരക്കരയിലോ അങ്ങനെ മറ്റോ എന്തോ പറഞ്ഞു. അല്ല നിന്നെ കല്യാണം വിളിച്ചിട്ടില്ലേ? കല്യാണം വിളിച്ചിട്ടുണ്ട്, പോണെന്നൊക്കെ ഓർത്താ ഇരിക്കണേന്ന് പറയാ. ശരി ശരിയെന്ന് പറയാണ്. എന്നാലും പറഞ്ഞു, എന്നാലും ആ കല്യാണം മുടക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന് പറയാണ്. അതെന്താ നിനക്ക് ഇത്ര വലിയ സോഫ്റ്റ് കോർണർ ഇപ്പൊ അവളോടൊന്ന് ചോദിക്കുകയാണ്. അതിന് ശരണ്യ മറുപടി ഒന്നും പറഞ്ഞില്ല. പറഞ്ഞു, അവളിനി ഒരിക്കലും എനിക്ക് കെട്ടാൻ പോകുന്നില്ല. അവള് കെട്ടാച്ചരക്കായിട്ട് അവിടെ നിൽക്കത്തുള്ളൂ. ഈ വിക്രത്തിനോട് അവളുടെ കളി എന്ന് പറഞ്ഞ് വിക്രം അങ്ങോട്ട് പോവാണ്. ഈ സമയം ശരണ്യ മനസ്സിൽ പറഞ്ഞു, നീ ആഘോഷിച്ചോടാ, സന്തോഷിച്ചോ. എത്രത്തോളം വരും നിന്റെ സന്തോഷം നമുക്ക് കണ്ടറിയാലോ. പിന്നീട് ശരണ്യ കല്യാണത്തിന് പോകാനായിട്ട് റെഡിയാവുകയാണ്. പിന്നീട് കാണിക്കുന്ന രാഹുലിന്റെ ഫോണിലേക്ക് ഗുണ്ട വിളിക്കുവാണ്. ആ ഗുണ്ട വിളിച്ചിട്ട് പറഞ്ഞു, അതെ സാറേ, ഒരു കുഴപ്പമുണ്ടെന്ന് പറയാം. എന്താടാ കുഴപ്പം? എന്താ പ്രശ്നം? എന്നാ? അതെ, കാറിന് ബോംബൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ കാറ് പൊട്ടിത്തെറിക്കുകയും ചെയ്തു. ഇടയ്ക്ക് വെച്ച് കാറ് ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞപ്പോൾ അവര് കാറ് മാറി കയറി വന്നു. അതുകൊണ്ട് അവർക്കൊന്നും സംഭവിച്ചില്ലെന്ന് പറയാ. ഇത് കേട്ടത് രാഹുൽ ഞെട്ടിപ്പോയി. രാഹുലിന് എന്ത് മറുപടി പറയണമെന്ന് അറിയില്ല. നീ എല്ലാം തകർത്ത് കളഞ്ഞോടാന്നും പറഞ്ഞുകൊണ്ട് ഒരു പൊട്ടിക്കരച്ചിലായിരുന്നു അവിടെ നിന്നിട്ട്. പിന്നെ ഭിത്തിക്കിട്ട് അടിക്കുന്നു, പൊട്ടിക്കരയുന്നു, എന്തൊക്കെയോ ചെയ്യുന്നു. ഇത് കണ്ടുകൊണ്ട് വീണ്ടും സരയും ശാരിയും മനോഹരം അങ്ങോട്ട് വരുവാണ്. ഇതെന്ത് പറ്റി? അമ്മായച്ചന് വീണ്ടും ഇളകിയും തോന്നേ. എന്റെ ഭഗവാനെ. ശാരി വന്നിട്ട് ചോദിച്ചു, എന്താ മനുഷ്യ, നിനക്ക് എന്ത് പറ്റി? ഇത് ആരൊക്കെയാന്ന് മനസ്സിലായോ? ഞാൻ നിങ്ങളുടെ ഭാര്യ, ഇത് മോള്, ഇത് നമ്മുടെ മരുമോന്. നിങ്ങൾ എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നേ? എന്താ പറ്റിയെന്ന് ചോദിക്കണം. നിങ്ങൾ എന്തിനാ ഭിത്തിയെ കൊണ്ട് കൈയൊക്കെ ഇടിപ്പിക്കണമെന്ന് ചോദിക്കണം. എല്ലാം തകർന്നിടി, എല്ലാം തകർന്നു പറയണം. തകർന്നോ? എന്ത് പറ്റിയെന്ന് ചോദിക്കണം. മനുവട്ടെന്ന് പറഞ്ഞു, അല്ല അമ്മായച്ചന് എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്, അതാ എങ്ങനെയൊക്കെ പറയണേ. സമനില വീണ്ടും തെറ്റിയെന്ന് തോന്നുന്നു. സമനില നിന്റെ ഞാൻ പറയുന്നില്ല ആരാന്ന്. എന്റെ കൺമുന്നിൽ കണ്ടിട്ട് നിന്നെ കണ്ടല്ലേ വെട്ടി എരിയൂന്ന് പറയാണ്. ദൈവമേ, പെട്ടെന്നാ തോന്നി ഇനി ഇവിടെ നിന്ന് ആപത്താട്ടോ എന്ന് പറയാണ്. മനു പറഞ്ഞു, അച്ഛന്റെ കയ്യിൽ ഇപ്പൊ എന്തേലും ഉണ്ടെങ്കിൽ അച്ഛൻ നമ്മളെ ഇപ്പം വെട്ടി നുറുക്കുമെന്നാ തോന്നുന്നേ. എന്റെ കൺമുന്നിൽ കണ്ടുപോയേക്കരുത്, വിട്ടോന്ന് പറയണം എല്ലാവരും കൂടെ. വന്ന് നിന്നേക്കുന്നു. ഇവനുണ്ടല്ലോ, ഇവനെ ആദ്യം കൊത്തിരിയണം, അന്നെങ്കിലും സമാധാനമുള്ളൂ. ഇവനെ പോലെ ഒരു ദുഷ്ടൻ, ഇവൻ വഞ്ചകനാ, ഇവനെ വിശ്വസിക്കലെന്നൊക്കെ പറയാണ്. സാരി പറഞ്ഞു, കേക്കമ്മേ, പറയുന്ന കേട്ടോ. അച്ഛന് വീണ്ടും ഇളകി, ഇനിയിപ്പൊ എന്ത് ചെയ്യും? മുമ്പത്തെ പോലെയൊന്നും അല്ല കേട്ടോ. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അച്ഛനെ മിക്കവാറും ഞാൻ കൊല്ലൂന്ന് എനിക്ക് തോന്നുന്നേ പറയണം. സാരിയോട് മോളൊന്ന് സമാധാനിക്ക്. അച്ഛൻ നമുക്ക് ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടാന്ന് പറയാണ്. ശാരി പറഞ്ഞു, നിങ്ങൾ എന്തിനാ മനുഷ്യൻ ഇങ്ങനെ കിടന്ന് വെപ്രാളപ്പെടുന്നത്? നിങ്ങൾ അവിടെ നിന്ന് ഇരിക്കുക. നിങ്ങൾക്ക് കുടിക്കാൻ വെള്ളം എന്തെങ്കിലും വേണം, ഞാൻ കൊണ്ടുതരാന്ന് പറയാം. വെള്ളം അത് നിങ്ങളുടെ കൊണ്ടേ കൊടുക്ക് ആർക്കാന്ന് വെച്ചാല് എന്നും പറഞ്ഞ് വീണ്ടും കിടന്ന് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുക. സരിയോട് പറഞ്ഞു, സരിയു ഇങ്ങോട്ട് പോരാ, നീ വിടുന്ന ആകെപ്പാടെ പ്രശ്നമാവെന്ന് പറയാണ്. എന്നാലും അച്ഛന് ഇത് എന്ത് പറ്റി? നീ അങ്ങനെ ഓടാൻ നോക്കണ്ട, നീ അവിടെ നിൽക്കുക. നീ എവിടെ ഏത് മാളത്തിൽ വിളിച്ചാലും നിന്നെ ഞാൻ പിടിക്കൂന്ന് പറയാണ്. പെട്ടെന്ന് വിക്രമല്ല സോറി, മനോഹര പാട്ട് പാടണം. താരാപഥം ചേതോഹരൻ എന്നുള്ളത്. ആ പാട്ട് കേട്ടതും രാഹുലും തണുത്തു. അല്ല മോനെ, നീ എന്തിനാ ഇപ്പൊ ആ പാട്ട് പാടിയത്? അല്ലമ്മേ, ഈ ചൂട് കൂടി കഴിയുമ്പോൾ ചിലർക്ക് ഇങ്ങനെ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവും. ആ സമയത്ത് ഏറ്റവും നല്ലത് ഇങ്ങനെ പാട്ടൊക്കെയാ. ചില പാട്ടൊക്കെ കേട്ട് കഴിയുമ്പോൾ അവർ തണുക്കൂന്ന് പറയണം. രാഹുൽ പറഞ്ഞു, അതേടാ നീ പാടിക്കും, നിന്റെ അവസാനത്തെ പാട്ട് പാടലെതെന്ന് രാഹുൽ മനസ്സിൽ പറയണം. പിന്നീട് സരി പറഞ്ഞു, അത് കൊള്ളാലോ, അത് നല്ലൊരു തെറാപ്പിയാണല്ലോ. അച്ഛൻ ഈ പാട്ട് കേട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇനി അച്ഛൻ ഇളയിക്കുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ പാട്ട് പാടിയ പോരെന്ന് ചോദിക്കുകയാണ്. ഷാരി പറഞ്ഞു, അതിന് എപ്പോഴും നമുക്ക് പാട്ട് പാടിക്കൊണ്ടിരിക്കാൻ പറ്റുമോ മോളെന്ന് ചോദിക്കുകയാണ്. മോൾ ഇങ്ങോട്ട് വാ, ഇനി ഇവിടുന്ന് ശരിയാവത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഷാരി സരവിനെ വിളിച്ചുകൊണ്ട് അങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് മനോഹർ വന്ന് രാഹുലിനോട് ചോദിച്ചു, അമ്മായച്ചാ നിങ്ങളാള് കൊള്ളാലോ, ഇപ്പം നിങ്ങൾ കളിച്ച് കളിച്ച് മുറത്തി കയറി കൊത്തുകാലം തുടങ്ങിയല്ലേന്ന് ചോദിക്കുകയാണ്. അതേടാ, ഇനി അതേ കാലം നീ ഇവിടെ വാഴില്ല എന്ന് പറയാണ്. അമ്മായച്ചൻ എന്ത് പറഞ്ഞാലും ശരി, ഇനിയിപ്പോൾ അമ്മായച്ചൻ പറയുന്നൊന്നും ഇവർ വിശ്വസിക്കാൻ പോകുന്നില്ല. ഞാൻ അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയാം. ഇനിയിപ്പം ഞാനിപ്പം 5 വാറും പെണ്ണ് കെട്ടിയെന്നോ മറ്റേ പറഞ്ഞാൽ പോലും വിശ്വസിക്കില്ല. ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, അമ്മായച്ച സമ്മതം ഏറ്റിട്ട് ഇനിയിപ്പം കാണാത്ത കാര്യം കണ്ടെന്നും കണ്ട കാര്യം കണ്ടില്ലെന്നും അങ്ങനെ പലതും പറയുമെന്ന്. അതുകൊണ്ട് അതൊന്നും അവർ വിശ്വസിക്കാൻ പോകുന്നില്ല. പിന്നെ അമ്മായച്ചൻ കൂടുതൽ കളിച്ചാണ്ടല്ലോ, ഞാൻ ആ താരാപഥത്തിന്റെ കഥ അങ്ങോട്ട് പറയും. പിന്നെ എനിക്കല്ല നഷ്ടപ്പെടാൻ പോകുന്നത്, അമ്മായച്ചനാ. അമ്മായച്ചന് പിന്നെ ഒന്നും അനുഭവിക്കാൻ യോഗം ഉണ്ടാവില്ല. അമ്മായച്ചന്റെ പെങ്ങടെ സ്വത്തുക്കളുണ്ടല്ലോ, അത് അനുഭവിക്കാനുള്ള യോഗം പിന്നെ എനിക്കായിരിക്കും കിട്ടുന്നത്, നിങ്ങൾക്ക് ഉണ്ടാവില്ലെന്ന് പറയാണ്. ഇത് ഇത്രയും പറഞ്ഞിട്ട്
മനോഹർ അങ്ങോട്ട് പോയിക്കുമ്പോൾ നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ടാ, നിന്നെ ഞാൻ കാണിച്ചു തരാടെന്ന് പറഞ്ഞിട്ട് രാഹുൽ പല്ലെറിമിക്കൊണ്ട് നിൽക്കുകയാണ്. അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും വീഡിയോസ് ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.